ഈശോമിശിഹായിൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ, മാമോദീസായിലൂടെ നമ്മുടെ ഉള്ളിൽ നിത്യം വസിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, ഈ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങൾ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ, ഈശോയ്ക്ക് വേണ്ടി ആത്മാക്കളെ നേടുവാൻ വേണ്ടി ഉപയോഗിക്കുമ്പോൾ, പരിശുദ്ധാത്മാവുമായുള്ള വ്യക്തി ബന്ധത്തിലേക്ക് കടന്നു വരുവാൻ സാധിക്കും. എന്നാൽ പ്രിയപ്പെട്ടവർ, ഇന്ന് പലരും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവരെയും പരിശുദ്ധാത്മാവിനെ എങ്ങനെ കിട്ടും, പരിശുദ്ധാത്മാവിനെ എങ്ങനെ നമുക്ക് സ്വീകരിക്കുവാൻ സാധിക്കും. ഇന്നലെ എനിക്കൊരു സ്നേഹിതൻ എനിക്കൊരു വീഡിയോ ഇട്ട് തന്നു, പരിശുദ്ധാത്മാവിനെ നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ്. നമുക്ക് മാമോദീസായിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു എന്നുള്ളൊരു നമ്മൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും പ്രവർത്തിക്കുവാൻ സാധിക്കത്തില്ല. ഇന്നും പരിശുദ്ധാത്മാവിനെ കിട്ടും, അല്ലെങ്കിൽ എങ്ങനെ കിട്ടും എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ചിന്തകൾ പങ്കുവെക്കുന്ന ഒത്തിരി വ്യക്തികളുണ്ട്. നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ആ നിമിഷം മുതൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഈ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ അടുത്തുള്ളൊരു ദേവാലയത്തിൽ വൈകുന്നേരം കുർബാനയുണ്ട്. ആ സമയത്തോടെ കുമ്പസാരമുണ്ട്. ഞാനിങ്ങനെ കുമ്പസാരിക്കുവാൻ വേണ്ടി അവിടെ ചെന്നപ്പോൾ വണ്ടി ഇങ്ങനെ പാർക്ക് ചെയ്തു. അപ്പോൾ വണ്ടി പാർക്ക് ചെയ്തതിൻ്റെ അപ്പുറത്തെ കാറിൻ്റെ സൈഡിലായിട്ട് ഒരു കൊച്ച് ഇരിപ്പുണ്ടായിരുന്നു, കാറിൻ്റെ പുറകിലായിട്ട്. അവനിങ്ങനെ കുർബാന നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കാറിൻ്റെ പുറകിൽ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഞാൻ ഇറങ്ങിയിട്ട് ഇവനെ ഇങ്ങനെ വിളിച്ചിരുന്നു, എന്താ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് ചോദിച്ചു. അവനങ്ങനെ ആരുമൊന്നും സംസാരിച്ചൊന്നുമില്ല. അപ്പോൾ ഞാൻ എന്നോട് ഇങ്ങനെ വീണ്ടും ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സ്നേഹത്തോടെ സംസാരിച്ചപ്പോൾ എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അവൻ പറഞ്ഞു, അമ്മയുടെ കൂടെ വന്നാണ്, അമ്മ കുർബാന കൂടുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്നോട് എന്താ കുർബാന കൂടാത്തത് എന്നെങ്ങനെ ചോദിച്ചപ്പോൾ, എനിക്കങ്ങനെ കുർബാന കൂടുന്നതിനോടൊന്നും താല്പര്യമൊന്നുമില്ല, അമ്മ കൂടുന്നുണ്ടല്ലോ അതും മതി ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ അവനോട് ഇങ്ങനെ കുർബാനയെക്കുറിച്ച്, ഈശോയുടെ സ്നേഹത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് രണ്ട് സന്ദേശങ്ങൾ ഇവനോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇവനിങ്ങനെ ഭയങ്കര അത്ഭുതത്തോടെ എന്നെ ഇങ്ങനെ നോക്കി. അപ്പോൾ ഇവന് ഭയങ്കര സന്തോഷമായിട്ട് ഇവനിങ്ങനെ ഓരോ കാര്യങ്ങൾ എന്നോട് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഇവനോട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇന്ന് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, നീ ജവമാല ചെല്ലാറുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ അവൻ പറഞ്ഞു, ജവമാല ഇറക്കി കിട്ടിയില്ല. അപ്പോൾ എൻ്റെ നല്ലൊരു ജവമാല ഇരിപ്പുണ്ടായിരുന്നു. ഞാനത് ഈ ജവമാല എടുത്തു. ഞാൻ ഈ ജവമാല കഴിഞ്ഞാൽ ഇനി എല്ലാ ദിവസവും ജവമാല ചൊല്ലി പ്രാർത്ഥിക്കുമെന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, ഞാൻ എല്ലാ ദിവസവും ജവമാല ചൊല്ലി പ്രാർത്ഥിച്ചോളാമെന്ന് ഇങ്ങനെ പറഞ്ഞു. ഞാൻ അവന് ആ ജവമാലയ്ക്ക് കൊടുത്തു. എന്നിട്ട് അവൻ പള്ളിയിലേക്ക് എടുത്തു. ഞാനൊരു കുമ്പസാരമൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചിറങ്ങി വരുമ്പോൾ, കുർബാന കഴിഞ്ഞിട്ട് ഇവൻ അമ്മയും കൂട്ടിക്കൊണ്ടിറങ്ങി വന്നപ്പോൾ ഇങ്ങനെ അമ്മ ഇങ്ങനെ കഴിയുന്നു. അമ്മയോട് ഇങ്ങനെ പറഞ്ഞു, എന്നെ ഇങ്ങനെ കൈകൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ അമ്മയ്ക്കും ഭയങ്കര സന്തോഷമായി. ഇങ്ങനെ തിരിച്ച് കാണിച്ചിട്ട് ഇങ്ങനെ പോയി. ഞാൻ പിന്നെ ആ ദേവാലയത്തിന് പോകുമ്പോൾ ഇവൻ അവിടെ വരികയും ദേവാലയത്തിൽ പള്ളി അകത്തു നിന്ന് പരിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുകയും കുർബാന കഴിയുമ്പോൾ എന്നെ കണ്ടുപോയി നിന്ന് സംസാരിക്കുകയും. പ്രിയപ്പെട്ടവരെ, ഞാനത് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളിൽ എല്ലാവരുടെയും ഉള്ളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്നുണ്ട്. ഈ പരിശുദ്ധാത്മാവ് പാപികളെ നേടുവാൻ വേണ്ടി, ഈശോയിലേക്ക് അടുപ്പിക്കുവാൻ വേണ്ടിയാണ് നമുക്ക് കൃപാവരങ്ങൾ തന്നിരിക്കുന്നത്. ഈശോ ലൂക്കാ സുവിശേഷം 5-ാം അധ്യായം 32-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്, ഞാൻ നീതിമാന്മാരെ വിളിക്കാൻ വേണ്ടിയല്ല വന്നിരിക്കുന്നത്, പാപികളെ പശ്ചാത്താപത്തിലേക്ക് ക്ഷണിക്കുവാൻ വേണ്ടിയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങൾ ഉപയോഗിച്ച് ഇങ്ങനെയുള്ള ചെറുപ്പക്കാർ, പ്രത്യേകിച്ച് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു ജീസസ് യൂത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ചെറുപ്പക്കാരനോട് ചോദിച്ചു, ഇങ്ങനെ ഇതുപോലെ ഈ പുറത്തോടെ നടക്കുന്ന, അല്ലെങ്കിൽ പള്ളിയിൽ വരാതെ, അല്ലെങ്കിൽ ഈ അന്നസിനെയും പ്രാർത്ഥിക്കാവുന്ന ഒത്തിരി ചെറുപ്പക്കാർ അവരെ കൂടെ നേടേണ്ട അങ്ങനത്തെ ഒരു ശുശ്രൂഷമാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ആ വ്യക്തി എന്നോട് ഇങ്ങനെ പറഞ്ഞു, എന്നോട് ഇങ്ങനെ പറഞ്ഞു, നമ്മുടെ അടുത്ത് വരുന്നവരെ നേടിയ പോലെ അവരവരുടെ കാര്യം നോക്കിക്കോളും എന്നിങ്ങനെ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, പള്ളിയിൽ വരികയും ദിവ്യാനസിനെ നിന്ന് പ്രാർത്ഥിക്കുകയും ജപമാലയിൽ ചെയ്യുന്നവരെ അവരെ നേടുവാൻ വേണ്ടിയല്ല, ഇതുപോലെ പാപത്തിൻ്റെ വഴിയിലൂടെ ദേവാലയത്തിൽ വരാതെ പുറമെ കൂട്ടുകാരെ കൂടി കഞ്ചാവയ്ക്ക് അടിച്ച് ഇങ്ങനെ വഴിയിലേക്ക് നിൽക്കുന്നവരോട് പോയി ഈശോയെ പറ്റി പറയുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കും. അവരെയും കൂടി നേടുമ്പോഴാണ് ഈശോയ്ക്ക് ഒത്തിരി സന്തോഷമാകുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നിത്യം വസിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉണ്ട് എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകുന്ന ആ നിമിഷം മുതൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങൾ, സന്ദേശങ്ങൾ, ദർശനങ്ങളെല്ലാം നമുക്ക് വെളിപ്പെടുവാൻ തുടങ്ങും. അല്ലെങ്കിൽ ഇന്നും പരിശുദ്ധാത്മാവിനെ എങ്ങനെ കിട്ടും, പരിശുദ്ധാത്മാവിനെ എങ്ങനെ നമ്മളിലേക്ക് കടന്നു വരും എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ
പ്രവർത്തിക്കുവാൻ സാധിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, ഇന്നു മുതലെങ്കിലും നിങ്ങൾ വിശ്വസിക്കണം. എൻ്റെ ഉള്ളിലെ മാമോദീസായിലൂടെ പരിശുദ്ധാത്മാവ് കടന്നു വന്നിട്ടുണ്ട്. ആ പരിശുദ്ധാത്മാവിന് വൻകാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നിറഞ്ഞ് ഈ കാലഘട്ടത്തിലെ പാപത്തിലേക്ക് വീണുപോകുന്ന ചെറുപ്പക്കാരെയൊക്കെ വീണ്ടെടുക്കുവാൻ വേണ്ടി പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങളാൽ നിറയപ്പെടുന്നവരായിട്ട് മാറുവാൻ നിങ്ങളെ ഓരോരുത്തരെയും നിത്യസഹായകനായ പരിശുദ്ധാത്മാവ് ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മ മാതാവിൻ്റെ നിർമ്മല ഹൃദയത്തിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും പ്രതിഷ്ഠിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ നിത്യാനന്ദന്റെ സംരക്ഷണവും മധ്യസ്ഥവും എപ്പോഴും നമ്മളോടും നമ്മുടെ കുടുംബങ്ങളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആവേ മരിയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.